വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരുടെ ഇടയിൽ പ്രിയപ്പെട്ടതാണ് സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ. സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ കുട്ടികൾക്കും ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. നമുക്കിന്നിവിടെ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനാദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. അത് നമുക്ക് സോയ ചങ്ക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയുള്ളി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 വലിയുള്ളിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ചതച്ചെടുത്താലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ചതച്ചെടുത്തതും ചേർത്താൽ മതിയാകും. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാവുന്നതാണ്. സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് നന്നായിട്ട് ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് വിപണിയിൽ പല വിധത്തിലുള്ള സോയ ചങ്ക്സ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വലിയ സോയ ചങ്ക്സ് മുതൽ ചെറുതും അതിൽ ഗ്രാനുൾസ് മോഡലുള്ളതും ഒക്കെ പല വിധത്തിലുള്ള സോയ ചങ്ക്സ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് വരുന്നത് വരേക്കും നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈയിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 3 വെല്ലുള്ളിയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ആ 3 വെല്ലുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെല്ലുള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന വരെയും നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഇപ്പം ഞാനിവിടെ 3 വെല്ലുള്ളിയാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളി ഇത്രയ്ക്കൊന്നും അങ്ങോട്ട് കാണില്ല. ഇനി ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ ഉള്ളി കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിയിൽ നിന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഈ സോയ ചങ്ക്സിൻ്റെ ഫ്രൈ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പഴുത്ത തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തക്കാളിയും ചേർത്ത് നന്നാക്കി തന്നെ വഴറ്റിയിട്ടെടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരേക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും. എടുത്ത സോയ ചങ്ക്സ് ഞാനിപ്പോൾ ഉള്ളിയുമായി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പ് പോരായ്മ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്നുകൂടി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ രാത്രി ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഈ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഫ്രൈ.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി തൂകി വാങ്ങി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി ഇതിലിട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ സോയ ചങ്ക്സ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.